ജയരാജനെ പറ്റി ചർച്ച വെച്ചോന്നാ ചോദിക്കുന്നത്. പി ജയരാജന്റെ വിഷയത്തിൽ ചർച്ച വെച്ചോന്നാ എന്റെ ചോദ്യം. അപ്പൊ ബാക്കിയൊക്കെ ഞങ്ങളുടെ പാർട്ടിയുടെ കാര്യമൊക്കെ കൈരളി തീരുമാനിക്കും. കൈരളിയുടെ ചർച്ച ഞങ്ങൾ തീരുമാനിക്കണം. അതങ്ങ് പള്ളി പോയി പറഞ്ഞാൽ മതി. പത്തനംതിട്ടയിൽ വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ ഒരു മാധ്യമ പ്രവർത്തകനോട് രാഹുൽ മാങ്കൂട്ടത്തിൽ പൊട്ടിത്തെറിക്കുന്ന കാഴ്ചയാണ് ഇത്. മാധ്യമപ്രവർത്തകനും രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിലുള്ള സംഭാഷണം ഒരു വാക്പോരിലേക്കായിരുന്നു ചെന്നെത്തിയത്. ഇപ്പോൾ കേരളത്തിൽ കത്തി നിൽക്കുന്ന ഒരു വിവാദ വിഷയമാണ് പി ജയരാജന്റെ പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച വിവാദം. ആ വിഷയം എന്തുകൊണ്ട് ചർച്ച നടത്തുന്നില്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമപ്രവർത്തകനോട് വാർത്താ സമ്മേളനത്തിൽ വെച്ച് ചോദിക്കുന്നുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഒരു വാക്കുതർക്കത്തിലേക്ക് ഇരുവരും കടന്നത്. രാഹുലിന്റെ വാക്കുകൾ കേൾക്കാം. ജയരാജനെ പറ്റി ചർച്ച വെച്ചോന്നാ ചോദിക്കുന്നത്. പി ജയരാജന്റെ വിഷയത്തിൽ ചർച്ച വെച്ചോന്നാ എന്റെ ചോദ്യം. അപ്പൊ ബാക്കിയൊക്കെ ഞങ്ങളുടെ പാർട്ടിയുടെ കാര്യമൊക്കെ കൈരളി തീരുമാനിക്കും. കൈരളിയുടെ ചർച്ച ഞങ്ങൾ തീരുമാനിക്കണം. അതങ്ങ് പള്ളി പോയി പറഞ്ഞാൽ മതി. ഇത് പ്രസ് ക്ലബ്ബാണ്, ഇത് പ്രസ് ക്ലബ്ബാണെന്നുള്ള ബോധ്യം എനിക്കുണ്ട്. ഭീഷണിയൊന്നും വേണ്ട. ഞാൻ പറയട്ടെ, ഞാനൊരു 10-16 വയസ്സായപ്പോ പത്തനംതിട്ട വന്നു തുടങ്ങിയതാ. അന്ന് ഞാൻ വരണ്ടിട്ടില്ല. പിന്നല്ലേ 10-18 വയസ്സ്, അത് കഴിഞ്ഞിട്ട് പിന്നെ 10-18 വർഷമായിട്ട്. അങ്ങനൊന്നും വരട്ടണ്ട. കൈവച്ചിരുന്നാ മതി. വരട്ടണ്ട, അത്രേ ഉള്ളൂ. നിങ്ങൾ എനിക്ക് വേണ്ടിയുണ്ട്. എന്റെ പൊന്നു സഹോദര, പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞതിനകത്ത് എന്താ കുഴപ്പം? ഇത്ര പ്രകോപിതനാകേണ്ട കാര്യം നിങ്ങൾ? ഇത്ര പ്രകോപിതനാകേണ്ട കാര്യം എന്താ? ഞാൻ മാധ്യമ സമ്മേളനത്തിന് വിളിച്ച് അനുവാദം വാങ്ങിച്ചിട്ട് വന്ന ആളാ. നിങ്ങളുടെ അതിഥിയാ. നിങ്ങളുടെ വായിരിക്കുന്ന കേൾക്കാൻ വന്ന ആളല്ല. ഞാൻ മോശമായി പറഞ്ഞ വാക്ക് പറ. ഞാൻ പറഞ്ഞ അൺപാർലമെന്ററി ആയിട്ടുള്ള വാക്ക് നിങ്ങൾ പറ. കുറെ നേരമായല്ലോ തുടങ്ങിയിട്ട്. ഒരു അൺപാർലമെന്ററി വാക്ക് പറ. ഞാൻ ഈ മാധ്യമ സമ്മേളനം 50 വർഷമായിട്ട് നടത്തി, 50 മിനിറ്റായിട്ട് നടത്തി. നിങ്ങൾ തന്നെ പറഞ്ഞു. കൈരളിയോടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചോദ്യം. കൈരളി എന്തുകൊണ്ട് പിയുടെ വിഷയം ചർച്ച നടത്തുന്നില്ല? അത് തങ്ങൾ തീരുമാനിച്ചു കൊള്ളാം എന്ന് മാധ്യമപ്രവർത്തകൻ പറഞ്ഞപ്പോൾ അതിനു മറുപടി പറഞ്ഞുകൊണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പൊട്ടിത്തെറിച്ചത്. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതാണ് മാധ്യമപ്രവർത്തകനെ ചൊടിപ്പിച്ചത്. ഇതൊരു പ്രസ് ക്ലബ് ആണെന്നും രാഹുലിന്റെ വീടല്ല എന്നും എടുത്തു പറഞ്ഞുകൊണ്ട് മാധ്യമപ്രവർത്തകൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ശാസിക്കുന്നതായി ദൃശ്യങ്ങളിൽ കേൾക്കാൻ സാധിക്കും. എന്നാൽ അതിനോട് വളരെ ക്ഷുഭിതനായാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി നൽകിയത്. ഇത് പ്രസ് ക്ലബ് ആണെന്ന് അറിയാമെന്നും താൻ വർഷങ്ങളായി പത്തനംതിട്ടയിൽ വരുന്ന വ്യക്തിയാണെന്നും ഭീഷണിയൊന്നും വേണ്ട എന്ന താക്കീതുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടിയായി നൽകിയത്. ഇതുകൂടാതെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് പരാമർശിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകനെ രാഹുൽ ചോദ്യം ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതുപോലെ നിങ്ങൾ പറഞ്ഞത് ചെറ്റത്തരമാണെന്ന് താൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് രാഹുൽ ചോദിച്ചു. മുഖ്യമന്ത്രി ഉപയോഗിച്ചതുപോലെ ഒരു പദപ്രയോഗം രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയിട്ടില്ല എന്നായിരുന്നു രാഹുൽ സ്ഥാപിക്കാൻ ശ്രമിച്ചത്. മാത്രമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകൾ അമാന്യമാണെന്ന് മാധ്യമപ്രവർത്തകൻ സമ്മതിക്കുന്നു എന്ന തരത്തിലാണെന്ന് പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലും മാധ്യമപ്രവർത്തകനും തമ്മിലുണ്ടായ ആ വാക്പോരിന്റെ ദൃശ്യങ്ങൾ മുഴുവനായും കാണാം. ജയരാജനെ പറ്റി ചർച്ച വെച്ചോന്നാ ചോദിക്കുന്നത്. പി ജയരാജന്റെ വിഷയത്തിൽ ചർച്ച വെച്ചോന്നാ എന്റെ ചോദ്യം. അപ്പൊ ബാക്കിയൊക്കെ ഞങ്ങളുടെ പാർട്ടിയുടെ കാര്യമൊക്കെ കൈരളി തീരുമാനിക്കും. കൈരളിയുടെ ചർച്ച ഞങ്ങൾ തീരുമാനിക്കണം. അതങ്ങ് പള്ളി പോയി പറഞ്ഞാൽ മതി. ഇത് പ്രസ് ക്ലബ്ബാണെന്നുള്ള ബോധ്യം എനിക്കുണ്ട്. ഭീഷണിയൊന്നും വേണ്ട. ഞാൻ പറയട്ടെ, ഞാനൊരു 10-16 വയസ്സായപ്പോ പത്തനംതിട്ട വന്നു തുടങ്ങിയതാ. അന്ന് ഞാൻ വരണ്ടിട്ടില്ല. പിന്നല്ലേ 10-18 വയസ്സ്, അത് കഴിഞ്ഞിട്ട് പിന്നെ 10-18 വർഷമായിട്ട്. അങ്ങനൊന്നും വരട്ടണ്ട. കൈവച്ചിരുന്നാ മതി. വരട്ടണ്ട, അത്രേ ഉള്ളൂ. നിങ്ങൾ എനിക്ക് വേണ്ടിയുണ്ട്. എന്റെ പൊന്നു സഹോദര, പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞതിനകത്ത് എന്താ കുഴപ്പം? ഇത്ര പ്രകോപിതനാകേണ്ട കാര്യം നിങ്ങൾ? ഇത്ര പ്രകോപിതനാകേണ്ട കാര്യം എന്താ? ഞാൻ മാധ്യമ സമ്മേളനത്തിന് വിളിച്ച് അനുവാദം വാങ്ങിച്ചിട്ട് വന്ന ആളാ. നിങ്ങളുടെ അതിഥിയാ. നിങ്ങളുടെ വായിരിക്കുന്ന കേൾക്കാൻ വന്ന ആളല്ല.
ഞാൻ മോശമായി പറഞ്ഞ വാക്ക് പറ. ഞാൻ പറഞ്ഞ അൺപാർലമെന്ററി ആയിട്ടുള്ള വാക്കുകൾ പറ. കുറെ നേരമായല്ലോ തുടങ്ങിയിട്ട്. ഒരു അൺപാർലമെന്ററി വാക്ക് പറ. ഞാൻ ഈ മാധ്യമ സമ്മേളനം 50 വർഷമായിട്ട് നടത്തി, 50 മിനിറ്റായിട്ട് നടത്തി. നിങ്ങൾ തന്നെ പറഞ്ഞു. ഞാൻ പിണറായി വിജയൻ പറയുന്നതിന്റെ കൂട്ട് നിങ്ങളെ വിളിച്ചെടുത്തിട്ട് ചെറ്റത്തരം നിങ്ങൾ കാണിക്കുന്നത് ഞാൻ പറഞ്ഞോ? ഞാൻ പറഞ്ഞോ? അല്ലല്ല, ഞാൻ തീർക്കട്ടെ. ചെറ്റത്തരം നിങ്ങൾ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ചെറ്റത്തരമാണ്. ഞാൻ പറഞ്ഞോ? ഞാൻ പറഞ്ഞത് നിങ്ങളോട് ചെറ്റത്തരം കാണിക്കരുതെന്ന് ഞാൻ പറഞ്ഞു. പിണറായി വിജയൻ പറഞ്ഞതുപോലെ ചെറ്റത്തരം കാണിക്കരുതെന്ന് ഞാൻ പറഞ്ഞോ? പിണറായി വിജയൻ പറഞ്ഞതുപോലെ ചെറ്റത്തരം കാണിക്കരുതെന്ന് ഞാൻ പറഞ്ഞോ? അപ്പൊ പിണറായി വിജയൻ പറഞ്ഞ വാക്ക് അമാന്യമാണെന്ന് അങ്ങ് പറഞ്ഞല്ലോ. ഞാൻ പള്ളിയിൽ പോയി പറയാൻ പറഞ്ഞതല്ലാതെ അമാന്യമായ ഒരു വാക്ക് പറ. ഞാൻ അങ്ങയോട് ചെറ്റത്തരം എന്ന് പറഞ്ഞോ? അങ്ങ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്ന ചെറ്റത്തരമാണ്, മാധ്യമ പ്രവർത്തനമല്ല എന്ന് ഞാൻ പറഞ്ഞോ? എന്ത് പ്രകോപനം ഉണ്ടാക്കിയേ? അങ്ങാണ് കുറെ നേരമായിട്ട് പ്രകോപനം ഉണ്ടാക്കിയത്. അങ്ങാണ് കുറെ നേരമായിട്ട് വിരട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ വിരട്ടലൊക്കെ 8 മടക്കി കൈ വെച്ചാൽ മതി.